പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, ഒരു ഒബ്ജക്റ്റ് നമ്മൾ അതിൻ്റെ പരിപൂർണമായിട്ടുള്ളൊരു സ്കെച്ചിലേക്ക് എങ്ങനെ വരുത്താം എന്നുള്ള ചെറിയൊരു ടിപ്പാണ് ഞാൻ തരാൻ പോകുന്നത്. ഒബ്ജക്റ്റ് മാത്രമല്ല, അതിപ്പോൾ ഏത് ചിത്രങ്ങളായാലും, നമ്മൾ എടുക്കുന്ന ഏത് റെഫറൻസ് പിക്ചേഴ്സ് ആയാലും, അല്ലാന്നുണ്ടെങ്കിൽ സ്കെച്ചാണെങ്കിലും, നമ്മൾ ആദ്യം ഒരു ചിത്രത്തിൻ്റെ സ്കെച്ചാണല്ലോ സ്റ്റാർട്ട് ചെയ്യുക. ആ സ്കെച്ച് എത്രത്തോളം പെർഫെക്റ്റായിട്ട് നമുക്ക് എങ്ങനെ അതിനെ ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ചെറിയൊരു ടിപ്പാണ് ഇന്ന് ഞാൻ നമ്മളെ പ്രിയപ്പെട്ട മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ മോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഏറ്റവും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റിയൊരു സാധനം മോളിവിടെ വരയ്ക്കുക. ഈ 1 എന്ന് എഴുതിയ സ്ഥലത്ത് വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ മോള് വരച്ചതെന്ന് വെച്ചാൽ ഒരു ആപ്പിളാണ് അല്ലേ? അപ്പോൾ ഈ ആപ്പിളിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 8 പ്രാവശ്യം വരയ്ക്കുക. ഒരു 8 പ്രാവശ്യം. എന്നിട്ട് നമുക്ക് അവസാനത്തെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഒന്നും കൂടി കുറച്ചുകൂടി വലുതാക്കിയിട്ട് ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ട് ആപ്പിളിൻ്റെ ഷേപ്പിൽ ഒന്ന് വരയ്ക്കുക. കുറച്ചുകൂടി വലുതാക്കിയിട്ട് വളരെ സമയം എടുത്തിട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ മൂന്നാമത്തെ സ്കെച്ച് ചെയ്യാൻ പോകുന്നു. അപ്പോൾ മൂന്നാമത്തെ സ്കെച്ച്, ഇപ്പോൾ മോള് വരച്ചത് ആപ്പിള്. ഈ സ്കെച്ചും തമ്മിൽ വലിയ മാറ്റം വന്നു അല്ലേ? അപ്പോൾ ഇനി എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതേ സാധനം നമുക്ക് ചെറുതായിട്ട് പെൻസില് വളരെ നേർമയിൽ ഏകദേശം ഒരു സ്കെച്ചിടാം. എന്നിട്ട് അതിലെന്തെങ്കിലും മായ്ച്ച് കളയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് മായ്ച്ച് കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫൈനൽ സ്കെച്ച് ചെയ്യണം. അതൊരൊറ്റ വര കൊണ്ട് ചെയ്യണം. ഇങ്ങനെ മുറിച്ച് ചെയ്യാതെ ഒറ്റ വര കൊണ്ട് ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. എന്ത് ചെയ്തു, ഇത് പെൻസിൽ കൊണ്ട് അത് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് വരച്ച്. നമുക്കിനി ആ സ്ക്രാച്ചിങ് വേണ്ട. ഇനി ഇത് നമുക്ക് പ്രേക്ഷകർക്ക് കൂടി കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരൊറ്റ ലൈൻ കൊണ്ട്, ഇതിനെയാണ് ഫ്രീ ഹാൻഡ് എന്ന് പറയാം. ഹാൻഡ് ഫ്രീ ആക്കുന്ന വിദ്യകൾ പിന്നെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇത് ഒറ്റ ലൈന് കൊണ്ട് വരച്ചാൽ പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല. നമുക്ക് അടുത്തതിൽ ഒന്നുകൂടി നോക്കാം. ഒരൊറ്റ ലൈൻ. ഇനി ഇതുപോലെ ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ അതല്ലോ? അപ്പോൾ ഈ ആപ്പിൾ തന്നെ ഒന്നും കൂടി ഗംഭീരമായിട്ട് സ്കെച്ച് ചെയ്യാം പെൻസിലോട്. പെർഫെക്റ്റ് ആയിട്ടാണ്. അപ്പോൾ മൂന്നാമത് എത്തിയപ്പോൾ തന്നെ ഭയങ്കര മാറ്റം വന്നു അല്ലേ? പക്ഷേ അതിൽ ഇനി ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് സ്കെച്ച് ചെയ്യും. അത് നല്ല വയ്ക്കാം. ഭയങ്കര സ്പോട്ട് വയ്ക്കാം. ഇങ്ങനെ പേന കൊണ്ടുവന്ന് ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിപ്പോൾ പല ഭാഗത്തായിട്ടാണ് ഈ ഒടിവും ചതവൊക്കെ വന്നിട്ടുള്ളത്. നമുക്കതിന് പെർഫെക്റ്റ് ആക്കണ്ടേ? നമുക്ക് പെർഫെക്റ്റ് സ്കെച്ച് ഉണ്ടാക്കാനാണ്. നമ്മൾ ഈ ഏകദേശം എത്ര സൈസ് വേണമെന്നുള്ള ഏകദേശം ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതൊരു റൗണ്ട് വരയ്ക്കുക. ഓക്കെ, റൗണ്ട് വരച്ച് എന്നിട്ട് അതിനെ പകുതിയാക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതി ഇട്ടില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭാഗത്തേക്കും നമ്മളിതിൻ്റെ ഷേപ്പിന്
ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ ഈ ഒടിവ് കറക്റ്റായിരിക്കും. മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ ഞെട്ട് വരയ്ക്കുമ്പോൾ ഈ ഞെട്ടിൻ്റെ ഈ ഇവിടുന്ന് ഇല വരില്ല, ഞെട്ടിൽ ഇവിടെ ആയിരിക്കുകയല്ല അല്ലേ, അതും ഇങ്ങനെ ആയിരിക്കുകയല്ല. അങ്ങനെയല്ലേ ഉണ്ടാകുക. ഇനി ഇതൊരു 2-3 പ്രാവശ്യം വരച്ചാൽ മോള് ആപ്പിൾ വരയ്ക്കാൻ പഠിച്ചു. ഓക്കെ. ഒറ്റ വരയിൽ വരച്ചത് വരച്ച കാര്യം നമ്മൾ പിടിക്കേ. ഒരുപാട് മാറ്റം വന്നില്ലേ? നമ്മൾ എത്ര സമയം എടുത്തത്, എത്ര മിനിറ്റാണ് നമ്മളിപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്? ഒരു 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് കൊണ്ട് മോൾക്കുണ്ടായ മാറ്റം എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? അപ്പോൾ നമ്മൾ എല്ലാവരും പഠിക്കുന്ന പിള്ളേർ മൊത്തം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഒരു മത്സരത്തിന് പോകുമ്പോൾ അതിൻ്റെ മുന്നേ പ്രാക്ടീസ് ചെയ്തിരിക്കണം. നമ്മൾ എന്ത് വിഷയമാണ് ഉദ്ദേശിക്കുന്നത് അത് ഒരു 10 പ്രാവശ്യമെങ്കിലും മിനിമം സ്കെച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഏത് വലിയ വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഒബ്ജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5-6 പ്രാവശ്യമെങ്കിലും നമ്മൾ സ്കെച്ച് ചെയ്ത് അതിൻ്റെ പെർഫെക്ഷൻ വരുത്തി ചിത്രങ്ങൾ നോക്കി റെഫറൻസ് നോക്കിയിട്ട് വേണം നമ്മളൊരു മത്സരത്തിന് പോകാൻ വേണ്ടി. അപ്പോൾ ഇതാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. എന്താ വെച്ചാൽ ഒരു സ്കെച്ച് അത് പെർഫെക്റ്റായി സമയമെടുത്ത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നന്ദി.